പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാറ്റി ലിവർ ഉള്ളവർ ആഹാരത്തിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫാറ്റി ലിവറിനെ നിയന്ത്രിച്ച് നിർത്താം. അവരുടെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് കൂടാതെ അല്ലെങ്കിൽ മറ്റു കരൾ രോഗങ്ങളൊന്നും ഉണ്ടാകാതെ അവർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഫാറ്റി ലിവർ ഉള്ളവർ ആൽക്കഹോൾ കഴിക്കുന്നതിൽ ഒരു നിയന്ത്രണം വേണം, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കാതിരിക്കണം. ആൽക്കഹോൾ കഴിക്കാത്തവർ തീർച്ചയായിട്ടും ആൽക്കഹോൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മിക്കവരും കരുതുന്നത്. കാരണം അതൊരു ഡ്രിങ്ക്സ് ആയിട്ടാണ് പലരും അതിനെ കരുതുന്നുള്ളൂ. പക്ഷേ ഈ ആൽക്കഹോൾ അങ്ങനല്ല. ആൽക്കഹോൾ 2 പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, ആൽക്കഹോൾ കരളിന്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ്. ആൽക്കഹോൾ കഴിച്ചാൽ മാത്രം ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഉണ്ട്. അതിനെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത്. ആൽക്കഹോൾ കഴിക്കാത്തവരിലും ഫാറ്റി ലിവർ ഉണ്ടാകുന്നുണ്ട്. അതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാകാം. അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് അവരുടെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് കൂടാനും മറ്റ് കരൾ രോഗങ്ങൾ ഉണ്ടാകുവാനും ഉള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആൽക്കഹോളിനെ വെറുതെ ഒരു ഡ്രിങ്ക്സ് ആയിട്ട് മാത്രമാണ് പലരും കരുതുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം കാലറി നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. 1 ഗ്രാം ആൽക്കഹോളിനകത്ത് 7 കാലറി ഊർജ്ജമുണ്ട്. അതായത് 1 ഗ്രാം ഫാറ്റ് കഴിക്കുന്ന ഏതാണ്ട് അതുപോലെയുള്ള ഊർജ്ജം ശരീരത്തിൽ എത്തുന്നുണ്ട്. 1 ഗ്രാം കൊഴുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ 9 കാലറി ഊർജ്ജമാണ് ശരീരത്തിൽ എത്തുന്നത്. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന്റെ ഇരട്ടി ഊർജ്ജം നമ്മൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ എത്തുന്നുണ്ട്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് 4 കാലറി ഊർജ്ജം മാത്രമേ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നുള്ളൂ. പക്ഷേ 1 ഗ്രാം ആൽക്കഹോള് 7 കാലറി ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം ഉപയോഗിച്ച് മിച്ചം വരുന്നത് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊഴുപ്പായിട്ട് സൂക്ഷിക്കുമ്പോൾ ഒരു ഭാഗം കരളിലും അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഫാറ്റി ലിവർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്നതിൽ നല്ലൊരു നിയന്ത്രണം വേണം, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. രണ്ടാമതായിട്ട്, ഇന്ന് മിക്കവരും പുറത്തുനിന്നാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ അവിടെ കൂടുതൽ രുചിയുള്ള ആഹാരമായിരിക്കാം സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ രുചിയുള്ളപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആഹാരം കഴിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോൾ ആഹാരം കഴിച്ചാലും നമ്മൾ അതിൻ്റെ പോർഷൻ കൺട്രോളിൽ ശ്രദ്ധിക്കണം. അതായത് അമിതമായിട്ട് ആഹാരം കഴിക്കരുത്, ഒരു ലിമിറ്റ് വിട്ട് ആഹാരം കഴിക്കരുത്. പാതി വയർ ആഹാരം കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആഹാരം അമിതമായിട്ട് കഴിക്കാതിരിക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഈ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആഹാരം കഴിക്കുന്ന പ്ലേറ്റ് എടുക്കുന്നു, അതിന് നടുക്കുഭാഗത്തുകൂടി ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു, മുകളിലുള്ള ഭാഗത്തെ പിന്നെയും നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 3 ഭാഗമുണ്ട് ആ പ്ലേറ്റിനകത്ത്. താഴത്തെ വലിയ ഭാഗത്ത് നമ്മൾ നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എടുക്കുക. പിന്നെ മുകളിലത്തെ ഒരു ഭാഗത്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുക. മറ്റേ ഭാഗത്ത് മുഴുവൻ നമ്മൾ ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എടുക്കുക. അപ്പോൾ അങ്ങനെ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം അധികമാകാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട്, ഫാറ്റി ലിവർ ഉള്ളവർക്ക് ചില സപ്ലിമെന്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്. അപ്പോൾ ഒന്നെങ്കിൽ അവർ ഇത് രണ്ടും സപ്ലിമെന്റ് ആയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ അവ ധാരാളമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പലരും മറന്നു പോകുന്ന ഭക്ഷണത്തിലുള്ള ചില നിഷ്ഠകൾ. പിന്നെ മറ്റ് 2 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കണം, ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് നമ്മുടെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യണം. പലരും പറയും അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, കൊഴുപ്പുള്ളത് കഴിക്കരുത്, എണ്ണയിലിട്ട് വറുത്തത് പൊരിച്ചതും കഴിക്കരുത് എന്നൊക്കെ പല ഡോക്ടർമാരും അഡ്വൈസ് ചെയ്യും. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, പിന്നെ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കഴിക്കേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് ആദ്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താം. നമ്മുടെ എല്ലാവരുടെയും ആഹാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ധാന്യങ്ങളാണ്. അപ്പോൾ ധാന്യങ്ങൾക്ക് നമ്മളൊരു മുൻതൂക്കം തന്നെ കൊടുക്കണം. നമുക്ക് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാം. അതായത് തവിടോട് കൂടിയ ധാന്യങ്ങൾ. തവിടുള്ള കുത്തരി ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ തവിടുള്ള കുത്തരി നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ. റാഗി ഏറ്റവും നല്ല ഒരു മില്ലറ്റ്സ് ആണ്. അപ്പോൾ റാഗി പൊടി കൊണ്ടുള്ള പുട്ട്, ഉപ്പുമാവ്, അപ്പം തുടങ്ങിയവ നമുക്ക് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഹോൾ ഗ്രെയിൻസ് ആൻഡ് മില്ലറ്റ്സ് ആണ്. രണ്ടാമതായിട്ട്, നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിനകത്ത് ധാരാളമായിട്ട് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആന്റി ഓക്സിഡൻസ് ആണ് നമുക്ക് ഫാറ്റി ലിവറിനെ കുറയ്ക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് നമ്മൾ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ബെറി. അത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നു. ബെറീസിനകത്ത് ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ കഴിക്കുന്നതിനാണ്. നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മൾ ലീൻ പ്രോട്ടീൻ ആണ് കഴിക്കേണ്ടത്. പല ആനിമൽ പ്രോട്ടീൻസും വളരെ നല്ലതാണ് എങ്കിലും അതിനകത്തൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് റെഡ് മീറ്റ്, ബീഫ്, മട്ടന്, പോർക്ക്, അതിനകത്ത് പ്രോട്ടീൻ നല്ലതാണ്, പക്ഷേ അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് കൂടുതൽ കൊഴുപ്പും നമ്മുടെ കരളിൽ അടിഞ്ഞു കൂടുന്നത്. അപ്പോൾ ഈ റെഡ് മീറ്റ് കഴിക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ വരുത്തുക. പിന്നെ നമുക്ക് എണ്ണകൾ ഉപയോഗിക്കുന്നത്, അതായത് പാം ഓയിൽ, കോക്കനട്ട് ഓയിൽ തുടങ്ങിയതിനകത്തൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് ധാരാളമുണ്ട്. കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ അടങ്ങിയ നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കുക എന്നുള്ളതാണ്. ഈ നട്ട്സ് എന്ന് പറയുമ്പോൾ ബദാം പരിപ്പുണ്ട്, വാൾനട്ട് ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, ഇങ്ങനെ പല നട്ട്സും ഇന്ന് ലഭ്യമാണ്. അവയിനകത്തൊക്കെ പ്രോട്ടീൻ മാത്രമല്ല ബാക്കി ഒമേഗ 3 ഫാറ്റി ആസിഡ്, അതായത് നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റു പല പോഷകങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫിഷ് കഴിക്കാം. ഫിഷിനകത്തും നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമുണ്ട്. ചെറു മത്സ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത്. അതായത് മത്തി, അയല, ചൂര, സാൽമൺ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ആഹാര സാധനങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചില ആഹാര സാധനങ്ങൾ നമ്മൾ വേണ്ടത് വെക്കണം, അല്ലെ അതിന്റെ ഉപയോഗം കുറയ്ക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസിനകത്ത് ഒരു നിയന്ത്രണം വേണം. റിഫൈൻഡ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ തവിട് നീക്കിയ ചാക്കരി, പച്ചരി, അല്ലെ തവിട് നീക്കിയ കുത്തരി, അതാണ് റിഫൈൻഡ് ഗ്രെയിൻസ്. അങ്ങനെയുള്ളത് വേണ്ട. അതുപോലെ തന്നെ അങ്ങനെയുള്ള ധാന്യങ്ങളുടെ പൊടിയും നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഉദാഹരണമായിട്ട് ഗോതമ്പ് പൊടിപ്പിക്കുമ്പോൾ കിട്ടുന്ന മൈദ, അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് നാരുകൾ ഒട്ടും തന്നെ ഇല്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് വേണ്ടെന്ന് വെക്കേണ്ടത്. പഞ്ചസാര നമ്മൾ തീർത്തും ഉപേക്ഷിക്കുക തന്നെ വേണം. പഞ്ചസാര ചേർത്ത പലഹാരങ്ങൾ, അതായത് ആഡഡ് ഷുഗർ ഉള്ളവയും നമ്മൾ വേണ്ടെന്ന് വെക്കണം. പിന്നെ നമ്മുടെ ഷുഗറി ഡ്രിങ്ക്സ്, കോള പോലെയുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. പ്രോട്ടീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് ആനിമൽ പ്രോട്ടീൻ അധികം വേണ്ട. വെജിറ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ധാരാളമുണ്ട്. ബീൻസ്, ചെറുപയർ, വൻപയർ, കടല, മുതിര തുടങ്ങിയ പല ഭക്ഷണ പദാർത്ഥങ്ങളിലും ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം നൽകുക. ഫാറ്റിന്റെ കാര്യം പറഞ്ഞു, ഏറ്റവും നല്ലത് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് അവോയ്ഡ് ചെയ്യുക. അതൊപ്പം തന്നെ നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അതായത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലുള്ളവർ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ്. അവരിലൊക്കെ ഫാറ്റി ലിവർ ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ ഡയറ്റ്, അതായത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിനും പ്രാധാന്യം നൽകി ലീൻ പ്രോട്ടീൻ ഉപയോഗിച്ചും അതുപോലെ തന്നെ അൺഹെൽത്തി ഫാറ്റ് അവോയ്ഡ് ചെയ്തുമുള്ള ഒരു ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. അപ്പോൾ അതാണ് ഈ ഫാറ്റി ലിവർ ഉള്ളവർ പ്രധാനമായിട്ടും കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. നമ്മൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 8 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. ഫാറ്റി ലിവർ ഉള്ളവർ അതിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ, അല്ലെ ഫാറ്റി ലിവറിനെ ഇല്ലാതാക്കുവാൻ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്, ഏതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ മെനുവിൽ ഉൾപ്പെടുത്തണം, എങ്ങനെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.